പ്രദേശവാസികളിൽ നിന്നും ഉടൻ ടോൾ പിരിക്കില്ല. തൽക്കാലം ടോൾ പിരിക്കേണ്ടെന്ന തീരുമാനം. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നതിൽ മന്ത്രിതല യോഗം ചേരും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, പ്രതിഷേധം അവസാനിച്ചോ? കോൺഗ്രസും വ്യാപാരി സംഘടനയും മാത്രമല്ല ഈ ഭരണ അനുകൂല സംഘടന അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഈ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ അവസാനിപ്പിച്ചോ? എങ്ങനെയാണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? എല്ലാവരും പ്രതിഷേധം അവസാനിപ്പിച്ച് തിരിഞ്ഞു പോയിട്ടുണ്ട്. CPM, കോൺഗ്രസ്, അതുപോലെ വ്യാപാരി സംഘടനകൾ, സ്കൂൾ ബസ് ഉടമകൾ എന്നിവരായിരുന്നു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാവിലെ 10 മണിയോടെ എത്തി പ്രതിഷേധിച്ച ശേഷം ഈ ടോൾ പിരിക്കുന്നില്ല എന്ന കമ്പനി അധികൃതർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മറ്റ് സംഘടനകളും തിരിഞ്ഞു പോയത്. അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ നടക്കുന്ന തീരുമാനത്തിന് ശേഷമായിരിക്കും തുടർ സമരങ്ങൾ. ഇന്ന് ശക്തമായ സമരമായിരുന്നു നടന്നത്. ഇന്നലെ രാത്രി തന്നെ DYFI അടക്കം പ്രതിഷേധവുമായി ടോൾ പ്ലാസയിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് വീണ്ടും സംഘടനകൾ എത്തി. ജൂലൈ 1 മുതൽ പിരിക്കുമെന്നായിരുന്നു കമ്പനി അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ രാവിലെ വൻ പ്രതിഷേധം ശക്തമായതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഇന്ന് പിരിക്കേണ്ട എന്നൊരു കാര്യം തീരുമാനിക്കുകയായിരുന്നു. അടുത്ത ദിവസം സർവകക്ഷി യോഗവും ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ തീരുമാനം. എന്തായാലും ഈ സ്ഥിരമായി ഇത്തരത്തിൽ ഈ ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെടും, അതുപോലെ നാട്ടുകാർക്ക് ടോൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും പ്രതിഷേധം ശക്തമാകാറുണ്ട്. പ്രതിഷേധം ശക്തമാകുന്നു വീണ്ടും ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് പതിവ്. വീണ്ടും ഇന്ന് രാവിലെയും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമായി ഈ വീണ്ടും ഒരു ചർച്ച തീരുമാനമായിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി ഈ മന്ത്രിതല ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സേതു.